പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള
എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവെ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. നമ്മുടെ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ധൂർത്തപുത്രൻ്റെ പുനർവായനയിൽ എന്നെ സ്വാധീനിച്ച ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഒരു കുതിരപ്പവൻ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് എൻ്റെ അടുത്ത്. എന്താണെന്നറിയാമോ? അവൻ തിരിച്ചു വരാൻ തീരുമാനിച്ചതാ. എന്താ അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെന്ന് നോക്കിയേ. ലൂക്കാ 15:18. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അതായത് ഇപ്പോഴും ആളിന് അസ്തമിക്കാത്തൊരു സംഭവമുണ്ട്. ധൂർത്തപുത്രൻ്റെ ആത്മാവിന് അസ്തമിക്കാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ്. നമ്മൾ എന്ത് പാപാവസ്ഥ, ഇപ്പം എന്തെല്ലാം പാപാവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നു ഇല്ലേ? പക്ഷേ ചില ആൾക്കാർ മാത്രമേ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണുള്ളൂ. എന്താണ്? അവർക്ക് എൻ്റെ അപ്പൻ എന്നെ എപ്പോഴായാലും സ്വീകരിക്കും, എൻ്റെ അപ്പൻ കരുണയുള്ളവനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇനിയുള്ള കാലമെങ്കിലും വിശുദ്ധിയോട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, അപ്പൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരാനുള്ളൊരു മനസ്സുണ്ട്. അത് അസ്തമിക്കാത്ത അപ്പൻ്റെ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്നേഹം അസ്തമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ദൈവവേദന നമുക്ക് നമ്മുടെ ആത്മാവിൽ അസ്തമിക്കാതിരിക്കേണ്ട ഒരു കാര്യം അപ്പനെക്കുറിച്ചുള്ള സ്നേഹം, അപ്പൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ വെച്ച് അസ്തമിക്കുന്നുവോ അപ്പം നമ്മൾ അസ്തമിച്ച് തിരികെയുള്ളൂ. ഈ ധൂർത്തപുത്രൻ്റെ ഒരു വിജയവതാണ്. അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും അപ്പൻ്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ലാത്ത ആത്മാവ്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആത്മാവ്, തിരിച്ചു വരാൻ ഒരു ബാല്യമുള്ള ആത്മാവ്. അവൻ എഴുന്നേറ്റെന്ന് പറയണം, അല്ല നിരങ്ങി തീട്ടിവിടുകയല്ല. അവൻ എഴുന്നേറ്റ്. അപ്പൻ്റെ സ്നേഹമാണ്, അവൻ്റെ ആത്മവിശ്വാസമാണ് അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ കാരണം. ഈ ഇതിലെ നീയും ഏതെങ്കിലും ഒരു തിന്മയിൽ വീണ് കിടക്കുകയാണെങ്കിൽ നീ എഴുന്നേക്കാൻ നോക്കണം. അപ്പൻ്റെ സ്നേഹത്തിലെ അസ്തമിക്കാത്ത സ്നേഹം, നിൻ്റെ ആത്മാവിലുള്ള അപ്പൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് നീ എഴുന്നേൽക്കണം. അതല്ല പിന്നീട് എന്താ? ധൂർത്തപുത്രൻ നല്ലവരാണെന്ന് ഞാൻ പറയും. അവർ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഹരണപ്പെട്ടു പോയൊരു ക്വാളിറ്റീസ് ഉണ്ട്. ആത്മാവിൻ്റെ ഗുണങ്ങൾ മനുഷ്യരാശിയിൽ കാലഹരണപ്പെട്ടു പോയ ആത്മാവിൻ്റെ ഗുണങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് അയാൾ. എന്താ അയാൾക്ക് ദുരഭിമാനമില്ല. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മനുഷ്യനെ പിശാച് പൂർണ്ണമായി ആവേശിച്ച് കഴിയുമ്പോൾ, അടിമയാക്കി കഴിയുമ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു ബോധമാണ് ദുരഭിമാനം. ഇത് ജോസഫിൻ്റെ വേർഷനാണ്. നിങ്ങളെല്ലാതിൻ്റെ മുഴുവനായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ ദുരഭിമാനം ഭയങ്കരമാണ്. എന്താ കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് 18 വയസ്സുണ്ടാകുമല്ലോ, 18, 17 ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഒരു പഴുതാര മീശയൊക്കെ വെച്ച് ഒരു മുളുകാനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അവരാരോ ബുദ്ധിജീവിയാണെന്ന് തോന്നും. പിന്നെ ആൾക്കാരെന്നാ ചെയ്യണം? വ്യത്യസ്തനാകാൻ വേണ്ടി നോക്കും. ഇപ്പം എല്ലാവരും പള്ളിയിൽ പോണ്, ഞാൻ പള്ളിയിൽ പോകണില്ല, അപ്പം ഞാൻ വ്യത്യസ്തനായി. എന്തെല്ലാം കുതറത്തരമാണ് മനുഷ്യൻ ഈ വ്യത്യസ്തനാകാൻ വേണ്ടി കാണിക്കുന്നത്. അതുപോലെ ഒരു വാദമാണ് നിരീശ്വരവാദം. എല്ലാവരും വിശ്വസിക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനായി. എന്നിട്ട് ഈ ബുദ്ധിജീവികളെ പോലെ ഓരോരോ എവിടെയെങ്കിലും നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് മറ്റുള്ള ഇവൻ്റെ ഈ ഇരുട്ടിൻ്റെ കാലത്ത് ഇവൻ മറ്റുള്ളവരുടെ വിശ്വാസം കളഞ്ഞെടുക്കും. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വെറും ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും.
എൻ്റെ ദൈവപൈതലേ, ദൈവത്തെ കാണാതെ കർത്താവ് എന്താ പിരിയുമ്പോൾ പറയണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെയായിപ്പോയി. ഞാൻ ഇന്ന് അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ, കണ്ടത് വലിയ അനുഗ്രഹമായിപ്പോയി. അതിൻ്റെ പേരിൽ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഉടമ്പടി തന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ കുടുംബത്തിൽ ജീവിത വിശുദ്ധീകരണവും സുവിശേഷ സാക്ഷ്യം സംഭവിച്ചു. പക്ഷേ എന്നാലും കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം, ആ ഫസ്റ്റ് ലെവലുണ്ടല്ലോ, കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിക്കണ ഒരു കോടിക്കോടി തലമുറകളുണ്ട് ഇവിടെ. അവരൊക്കെ ഈശോ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അവസാനം അവരെ ബ്ലെസ് ചെയ്തിട്ടുകൊണ്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്യണത്. വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞു. അത് വല്ലാത്ത പറച്ചിലാണത്. അവനെ അവസാനം ഈശോ ബ്ലെസ് ചെയ്യണത് ആരെയാണ് ബ്ലെസ് ചെയ്യണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞ് അവൻ മറഞ്ഞു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള എന്താണ്? കാണാതെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഞാൻ വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞ പോണത്. അപ്പം ആ ഒരു ചിലർ ഈ കാണാതെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് ഈശോ അവസാനം പറഞ്ഞത്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്, വിശ്വാസം ഉള്ളിലുണ്ടാവും, പക്ഷേ താൻ വ്യത്യസ്തനാകാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വിശ്വാസം തള്ളിപ്പറയും. പിന്നെ കച്ചവടക്കാരും വിശ്വാസം തള്ളിപ്പറയും. ഓട്ടോറിക്ഷക്കാരും ചില ആൾക്കാർ എല്ലാ ദൈവങ്ങളെയും വെച്ചേക്കല്ലേ, ഏത് ദൈവങ്ങളായാലും കുഴപ്പമില്ല, എൻ്റെ വണ്ടിയൊക്കെ അറിയാൻ മതി എന്നുള്ള അത് കച്ചവടമാണത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പം സിനിമാറന്മാരും പാട്ടുകാരും ഒക്കെ ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. എന്നിട്ട് എല്ലാ ഡയറക്ടേഴ്സ് എവിടെ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവരേക്ക് ചാഞ്ഞ് നിൽക്കും. കച്ചവടമാണ്. കച്ചവടം ചെയ്യുന്നവരുടെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ നിസ്സാര പ്രലോഭനമൊന്നും അല്ലത്. തങ്ങളുടെ മറ്റുള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സ്വീകാര്യമാകാൻ വേണ്ടിയും അതിൻ്റെ ലാഭവിഹിതം കിട്ടാൻ വേണ്ടിയും ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാരുണ്ട്. അത് അവന്മാർ പറയുന്ന അവന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞ് ചില ആൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? തങ്ങൾ തള്ളിപ്പറഞ്ഞതല്ലേ, ഇനി തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, എടാ ഞങ്ങൾ അന്നേ നിന്നോട് പറഞ്ഞില്ലടാ, ഇപ്പം നാണം കെട്ട് നീ തിരിച്ചു വരേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ അവന് ക്ഷീണം. അവനെന്ത് ചെയ്യും? അവൻ ദുരഭിമാനം കൊണ്ട് ചൂണ്ട ഈ ദുരഭിമാനി എന്ന് പറഞ്ഞാൽ ചൂണ്ടയെ പിടിച്ച മീനിനെ പോലെയാണ്. ചൂണ്ട കൊളുത്ത് ദുരഭിമാനം ചൂണ്ടയാണ്. അതാ അവനെയും കൊണ്ട് പോകത്തുള്ളൂ. ചില ആൾക്കാർ പണ്ട് ഇടവപ്പള്ളി കയറത്തില്ല, അവിടെ ഈശ്വരവാദിയായിട്ട് അഭിനയിക്കും. പക്ഷേ ഉള്ളിൽ വിശ്വാസമുള്ളതുകൊണ്ട് വേറെ പള്ളികളിൽ പോയി കയറും. എല്ലാം ദുരഭിമാനത്തിൻ്റെ വിഷയമാണ്. ചില പ്രഖ്യാപിത നിരീശ്വരവാദികൾ ഭർത്താവ് പള്ളിയിലൊക്കെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രി ഭാര്യ പറയും, പിന്നെ എന്നെ പഠിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും വരണ്ട, ഞാൻ ആ സൈസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവൻ പോക്കരായിട്ട് ജീവിക്കും, അതിൽ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു സ്വന്തം നിലപാടെടുക്കുന്നതാണ്. കുടുംബം കലക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷെ വിശ്വാസിയായ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല വിശ്വാസ കരളുറപ്പുണ്ടെങ്കിൽ അവൻ്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. അവളും പ്രാർത്ഥിച്ചും പരിശീലിപ്പിച്ചും പതുക്കെ കൊണ്ടുവരും. അത് ഓരോ കുടുംബങ്ങളിലൊക്കെ നിൽക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? അവിടുത്തെ അമ്മമാരുടെ വിശ്വാസമാണത് പിടിച്ചു നിർത്തുന്നത് ആ കുടുംബത്തെ. പക്ഷേ ഈ ധൂർത്തപ്പത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. എൻ്റെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാനോ എന്ന് പറഞ്ഞില്ല, ഞാനോ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് എൻ്റെ പ്രാർത്ഥിക്കാനുള്ള ചൈതന്യവും പോയി, വിശ്വാസവും പോയി, ദൈവവും പോയി. എനിക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാലും പറയാൻ പോലും ആരില്ലാതെ. അപ്പം ഞാനോ അതാണ് അർത്ഥം, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റുപറച്ചിൽ കണ്ടില്ലേ. അപ്പോൾ ദുരഭിമാനം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ദൈവത്തിൽ നിന്ന് അകന്നും പ്രാർത്ഥിക്കാതെ, പണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല, ഈ കഴിഞ്ഞ ഇടവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല, ഞാനിനി പ്രാർത്ഥിച്ച അമ്മയെ ചോദിക്കത്തില്ലേ, എടാ ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞില്ലടാ എന്ന് ചോദിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് എന്താണെന്നറിയാമോ? എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യ വിശ്വാസങ്ങളൊന്നും സ്വീകാര്യമല്ല മോനെ. എന്താ കാര്യം അറിയാമോ? ഈ രഹസ്യ വിശ്വാസക്കാർ കാപട്യ വിശ്വാസക്കാരാണെന്നുള്ളത് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ ഉദ്ദേശിക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം, അപ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ
ഏറ്റുപറയുക. അപ്പം രഹസ്യവിശ്വാസം ദുരഭിമാനം മൂലമാണ് നീ രഹസ്യവിശ്വാസം ആചരിക്കണം എന്ന് ഓർക്കണം. ഈ നോൻപ് കാലം എല്ലാ ദുരഭിമാനവും വിട്ടിട്ട് ദൈവത്തിലേക്ക് ദൂർത്തപുത്രം തിരിച്ചു വന്നിട്ട് അവൻ്റെ ആശ്ലേഷത്തിൽ മുഴുകേണ്ട ഒരു കാലമാണ്. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ജോമി, ഇതെൻ്റെ മകൻ ജോർജ്. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വലിയ അനുഭവവും അത്ഭുതവും മാതാവ് തന്നതിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, സാക്ഷ്യം പറയാനാണ്. ഇപ്പോൾ എൻ്റെ മകനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ PG MD മെഡിസിനിൽ പഠിക്കുന്നു. ഇപ്പോൾ 3rd ഇയറായി. അതിലേക്ക് വരാനുണ്ടായ ഒരു അത്ഭുതത്തെപ്പറ്റി സംസാരിക്കുകയാണ് ഞാൻ. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് MBBS പഠിച്ചിരുന്നത്. MBBSനോടൊപ്പം തന്നെ MBBS കഴിഞ്ഞ് ഇതിൻ്റെ കോച്ചിങ്ങിന് പോയി PG എഴുതാനായിട്ട് കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ 10,000, 5,000, 10,000 റാങ്ക് മോപ്പപ്പ് ടെസ്റ്റുകൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ PG എഴുതുന്ന MBBS ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. 10,000 റാങ്ക് അപ്പുറത്തേക്ക് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് എഴുതുകയാണ്. PG ഫൈനൽ എക്സാമിൻ്റെ ദിവസമായി. അതിന് 2-3 ആഴ്ച മുമ്പ് എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇവിടെ വന്ന് വളരെ വലിയൊരു അത്ഭുതം ജീവിതത്തിൽ കിട്ടുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തണം എന്ന് പ്രാർത്ഥിക്കണമെന്നും മാതാവിനെ കണ്ട് നമ്മുടെ പ്രാർത്ഥന അറിയിക്കണമെന്നും ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങളിവിടെ വന്നു. വൈകുന്നേരമാണ് വരുന്നത്. ഞങ്ങൾ വന്ന് പിന്നെ പ്രാർത്ഥനയിലേക്ക് കടന്നു. ഇവിടെ വന്നു. ഒരു ദിവസം ഇവിടെ വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ കസേരയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയാണ്. അപ്പോൾ അച്ഛനെ ഞങ്ങളതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ നിത്യാരാധന ചാപ്പലിൻ്റെ അവിടെ അച്ഛൻ വന്നു. ഞങ്ങൾ പുറകിലിരിക്കുകയാണ്. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു. അച്ഛനിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഞങ്ങൾ വന്ന കാര്യം പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ മുട്ടകുത്തി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ തലയിൽ എൻ്റെ 3 മക്കളും ഞാനും ഭാര്യയും ഉണ്ടായിരുന്നു. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ധൈര്യമായി പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു. നമുക്കറിയാം 2.5 ലക്ഷം ഡോക്ടർമാർ എഴുതുന്ന പരീക്ഷയാണ്. 10,000-ത്തിനടുത്ത് കടന്നു വന്നിട്ടില്ല നമ്മൾ ഇതിനു മുമ്പുള്ള ടെസ്റ്റിൽ. പരീക്ഷ വരുമ്പോൾ എക്സാം പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു. 2.5 ലക്ഷം ഡോക്ടർമാർ എഴുതിയ പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 451 റാങ്ക് ലഭിച്ചു. കേരളത്തിൽ 51 റാങ്ക്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം. ആ മെഡിക്കൽ കോളേജിൽ MDക്ക് ജനറൽ മെഡിസിൻ എടുത്ത് പഠിക്കാനുള്ള അനുഗ്രഹമാണ് മാതാവ് തന്നത്. അത് നമുക്കെല്ലാം ജീവിതത്തിൽ ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് വിശ്വസിക്കാൻ മേലാത്ത അത്ഭുതമാണ് മാതാവിൻ്റേത്. അച്ഛനെ വന്ന് കണ്ടു. നമ്മൾ സാക്ഷ്യം അറിയിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോഴും വരും. സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളിവിടെ എത്തും. എൻ്റെ 2ാമത്തെ മകനും മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ ഹൗസ് സർജനാണ്. മകൾ +2 പഠിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് നേടുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിൽ. ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവർ മാതാവിന് എല്ലാ ദിവസവും രാവിലെ ഒരു പൂ പറിച്ച് വെച്ചിട്ടേ സ്കൂളിൽ പോവുള്ളൂ. ഭാര്യ എപ്പോഴും പറയും പൂ വെക്കണം. ഞങ്ങളെല്ലാവരും, ഞാൻ കടയിൽ പോകുന്നതും, എനിക്ക് ടൗണിൽ തന്നെ ബിസിനസ്സാണ് കോട്ടയത്ത്, ഞാൻ പോകുമ്പോഴും പൂ പറിച്ച് വെച്ചിട്ടേ പോവുള്ളൂ. ഒരു ദിവസം പോലും മുടക്കാതില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് ധൈര്യമായി വിശ്വാസത്തോടെ പറയാം. മാതാവിനോട് ഇവിടെ ഒന്ന് അപേക്ഷിച്ചാൽ, കൃപാസനത്തിലെ മാതാവിനോട് ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാനും എൻ്റെ കുടുംബവും നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് പറയാൻ വയ്യ. അത്രമാത്രം അനുഗ്രഹമാണ്. ഞാനൊരിക്കലും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്ക് കൂടെ പോകുമ്പോൾ ഒരിക്കലും പോലും മക്കൾ അവിടെ പഠിക്കും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പഠിക്കാൻ അതുപോലെ പഠിക്കണം, മാർക്ക് ലഭിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ. MBBS അവിടെ കിട്ടിയില്ല, പുഷ്പഗിരിയിലാണ് കിട്ടിയത്. ആ പുഷ്പഗിരിയിൽ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്ഭുതം തന്നെ മാതാവ് ജീവിതത്തിൽ. ഞങ്ങൾ നിത്യമായി നന്നായിട്ട് ഞങ്ങൾ എപ്പോഴും മാതാവിനെയും ഉണ്ണീശോയും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനയ്ക്ക് എന്നും ഫലമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിക്കാൻ ഞങ്ങൾ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോലും വിചാരിക്കാത്ത, ഞങ്ങളുടെ കുടുംബത്തിലോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കാൻ പറ്റാത്ത കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാതാവ് കൈപിടിച്ച് മകനെ എത്തിച്ചു. ഇനി മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളും അതുപോലെ പ്രാർത്ഥിച്ചാൽ കൃപാസനത്തിലെ മാതാവ് നമ്മളെല്ലാവരോടും എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യം തർക്കമില്ല. എല്ലാവരുടെ പ്രാർത്ഥനയും കേൾക്കും. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അറിയിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനമാണിത്.
ഇവിടെ തൻ്റെ മോൻ്റെ നീറ്റ് PG എക്സാമിനെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. ജോമി മാത്യു എന്ന മകൻ തൻ്റെ മകൻ്റെ സാക്ഷ്യമാണ് പറയുക. അപ്പോഴിവിടെ കേരളത്തിൽ, അതായത് ഇന്ത്യയിലാകമാനം 2 ലക്ഷത്തിലധികം പേരെഴുതുന്ന എക്സാം. അപ്പോഴതിൽ ഇവിടെ ഇവർ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ യാദൃച്ഛികമായിട്ടാണ് കാണുന്നത്. അച്ഛൻ ഇവരെ വിളിക്കുന്നു, കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നു. പിന്നീടുണ്ടായത് ഇവരുടെ ജീവിതത്തിൽ, അതായത് മോക്ക് പരീക്ഷകൾക്കൊക്കെ 5000-ന് മുകളിൽ റാങ്ക് 5000-ന് മുകളിൽ മാത്രമേ റാങ്ക് ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരവസരത്തിലാണ് നീറ്റ് PG പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോയി എഴുതുമ്പോൾ 441 റാങ്ക് കരസ്ഥമാക്കുകയാണ്. അതായത് കേരളത്തിൽ 51ാമത്തെ റാങ്ക്, ഇന്ത്യയിലെ ഒട്ടുക്ക് 441, കേരളത്തിൽ 51ാമത്തെ റാങ്ക്. 5000-ന് മുകളിലെ എപ്പോഴും മോക്ക് ടെസ്റ്റിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുക, നാം കേട്ട തിരുവചനം പോലെ തന്നെ നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നാം സജീവനായ ദൈവത്തിൻ്റെ പുത്രനോടാണ് പ്രാർത്ഥിക്കുക. നമ്മെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ഒരമ്മയും ഒരു ഈശോയുമാണ് നമുക്കുള്ളത്. അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും ഈശോ ഉപേക്ഷിക്കില്ല. അപ്പോൾ നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് രേഖ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരി 28-നാണ്. ഈ ഒരു കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ പറ്റിയും അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റിയും ഞാൻ അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയിൽ നിന്നാണ്. ചേച്ചിയാണ് ആദ്യമായി ഇവിടെ വന്ന് 2022 ഡിസംബർ 12-ാം തീയതി ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വന്നത്. അന്ന് മുതലാണ് ഞങ്ങൾ കാര്യം, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനത്തെ പറ്റി ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മാതാവുണ്ട്, ഇത്രയും അനുഗ്രഹങ്ങൾ വാരി ചൊരിയുന്ന ഒരു മാതാവിനെ പറ്റി കൂടുതൽ നല്ല ആദ്യമായി ഞങ്ങൾ അറിഞ്ഞത് അന്നാണ്. ചേച്ചി എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് എല്ലാ ദിവസവും എന്ന പോലെ വീട്ടിലെല്ലാവരോടും പറയാറുണ്ട്. കാരണം അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്, അത് വീട്ടിൽ വന്ന് പറയാറുള്ളതും. പക്ഷേ ആ സമയത്ത് ഞാനത് കേൾക്കാറുണ്ട്, നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്. പക്ഷേ കോൺഷ്യസ് ആയിട്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഉടമ്പടി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ചേച്ചിയോട് ചോദിച്ചതോ അന്വേഷിച്ചതോ ഒന്നുമില്ല. കാരണം ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനിലായിരുന്നു. എൻ്റെ 3 വർഷമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലായിരുന്നു. ഞാൻ KMCT ആയുർവേദ മെഡിക്കൽ കോളേജിൽ PRO ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റിസൈൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഭർത്താവിന് 3 വർഷമായിട്ട് ജോലി ഇല്ലാതെ നാട്ടിലായിരുന്നു. ഗൾഫിലാണ് ജോലി ഉണ്ടായിരുന്നത്. 10 വർഷത്തോളം അവിടെയായിരുന്നു. അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ നിർത്തി വരേണ്ടി വന്നു. നാട്ടിൽ വന്ന് കുറേ ജോലികൾക്ക് ശ്രമിച്ചു, പല ജോലികൾക്കും ശ്രമിച്ചു, പക്ഷേ ഒന്നും അങ്ങോട്ട് റെഡിയായി വന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയില്ല. 2 മക്കളാണുള്ളത്, അച്ഛൻ അമ്മ അവരെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും എവിടെ എത്താതിരുന്ന ആ ഒരു സമയത്ത് കുറേ ജോലികൾ അന്വേഷിച്ചു, കുറേ വഴികൾ അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി. ഗൾഫിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും ഭയങ്കര പ്രശ്നങ്ങളാണ്. ദുബായ് ആണെങ്കിലും ഖത്തറാണെങ്കിലും ഏത് രാജ്യം ഏതൊരു ഗൾഫിൽ സ്ഥലം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കൊറോണയുടെ ടൈമായിരുന്നു, അതും അവിടെ ഒരു വില്ലനായി വന്നു. അപ്പോൾ ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ചേച്ചി ഉടമ്പടി എടുത്ത കാര്യം വന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ടെൻഷനിലായപ്പോൾ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചതുമില്ല. പക്ഷേ ഒരു ദിവസം ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി മെഴുകുതിരി കഴിഞ്ഞു പോയി, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്, നാളെ എറണാകുളത്ത് പോവുകയാണ്, ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തേക്ക് വന്നു. ചേച്ചിക്ക് വരേണ്ട ഒരു ആവശ്യമില്ല,
പക്ഷെ അത് പറയാനായിട്ട് മാത്രം ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. ആ ഒരു വന്ന ഒരു സെക്കൻഡിൽ അത് എന്നോട് പറഞ്ഞ് കഴിഞ്ഞില്ല. കഴിയുന്നതിൻ്റെ മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ കൂടെ ഒന്ന് വരട്ടെ, കാരണം ഇങ്ങനൊരു മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിൽ എന്തോ ഒരു ഉൾവിളി തോന്നിയ ആ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേച്ചിയോട്, ഞങ്ങളും കൂടെ വന്നോട്ടെ. അപ്പം തന്നെ ചേച്ചിക്ക് ആകെ അത്ഭുതമായി. കാരണം അവർ കാരണം ഒരാൾ കൂടെ ഈ ഒരു കൃപാസനത്തിലേക്ക് വരിക, അമ്മയുടെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ കോളേജുകളിലാണ്. അവിടെ എല്ലാം ഈ മാതാവും ഈ കൊന്തയെല്ലാം ഞാൻ ഇട്ട് നടക്കുമായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത്. അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൽ അടുത്ത ദിവസം ഞങ്ങൾ ബസ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നാൽ ഉറപ്പായും ഞങ്ങൾക്കൊരു വഴി കിട്ടും എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എന്താണ് ഉടമ്പടി എന്നുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി വരുന്ന വഴിയെ എനിക്ക് എല്ലാം പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഉടമ്പടി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്. ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്ലാസ് വഴി കിട്ടി. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ക്ലാസ്സിലൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ മാതാവിനോട് പറഞ്ഞു പോയതാണ്, ഞാൻ ഈ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു നിയോഗം മാത്രമല്ല, കാരണം പല കാര്യങ്ങളും ഉണ്ട്, വിഷമങ്ങളും ഉണ്ട്, മനസ്സിൽ നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും 1 or 2 എനിക്ക് സാധിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഈ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ സാക്ഷ്യം ഞാൻ പറയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 5 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഞാൻ വെച്ച നിയോഗത്തിൽ 4 കാര്യങ്ങൾ എനിക്ക് ശരിയായി വന്നത്. അത് ഒരിക്കലും അധിക പേർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും ഞാൻ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, പ്രാർത്ഥിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ഉടമ്പടികളുടെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഞാൻ മുഴുവനായിട്ടൊന്നും ചെയ്തിരുന്നില്ല തുടക്കത്തിൽ. കാരണം തുടക്കമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കൂടുതൽ ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടില്ല. പ്രാർത്ഥിക്കും, പക്ഷെ ചില ദിവസം വിട്ടുപോകുന്ന ദിവസം ഞാൻ അടുത്ത ദിവസം ശരിയാക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ അടുത്ത ദിവസം ഞാൻ കറക്റ്റ് പ്രാർത്ഥിക്കും. പക്ഷെ അധികം ഫസ്റ്റത്തെ ഉടമ്പടി ആ 3 മാസക്കാലം കുറച്ച് പകുതി ഒരു 3/4 ഭാഗം ഞാൻ ശരിക്കും ചെയ്തു, പക്ഷെ 1/4 ഭാഗം ഞാൻ വിട്ടു. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും വിട്ടതല്ല, അതങ്ങനെ വിട്ടുപോയി, ആ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയി. പക്ഷെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ഞാൻ അടുത്ത സമയം തന്നെ പാലിയേറ്റീവിൽ പോയി ജോയിൻ ചെയ്തു. തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് ഉണ്ട് വീടിൻ്റെ അടുത്ത്, അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട്. ആ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്നവരെ തന്നെ നമ്മൾ കൈ കൂപ്പി തൊഴണം. കാരണം അവരാണ് അവരുടെ ദൈവങ്ങൾ. ആ രോഗികളെ ദൈവങ്ങളാണ് അവർ. അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് അവർ നോക്കുന്നത്, അതും ഒരു പൈസ കൂടെ വാങ്ങാതെ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിന് ഭയങ്കരമായിട്ട് എന്തോ ഒരു സന്തോഷം വന്നു. മനസ്സറിഞ്ഞു തന്നെയാണ് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തത്. ആ പത്രം കൊടുക്കൽ വരെ, തുടക്കത്തിൽ പത്രം കൊടുത്തത് നമ്മൾ അയ്യോ എങ്ങനെയെങ്കിലും ഈ പത്രം എങ്ങനെയാ ഇപ്പം തീരുക എന്നുള്ളതൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസം പേപ്പർ കൊടുക്കാൻ, അടുത്ത പ്രാവശ്യം പേപ്പർ വാങ്ങിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സറിഞ്ഞാണ് കൊടുത്തത്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ പേപ്പർ കൊടുത്തത്. കാരണം അവരെങ്കിലും ആ ഒരു സാക്ഷ്യങ്ങൾ, നമ്മുടെ ആ പേപ്പറിൽ കൊടുത്തിട്ടുള്ള സാക്ഷ്യങ്ങൾ, ആ കിടക്കുന്ന രോഗികൾ, മരിക്കാൻ കിടക്കുന്ന എത്രയോ രോഗികളുണ്ടാവും. മെഡിക്കൽ കോളേജാണ്, അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അവിടെ പുറത്തിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്നവരുടെ അടുത്തേക്കാണ് പോയത്. ഈ ഒരു സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ പകുതി ആളുകൾക്കെങ്കിലും എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അങ്ങനെ പലരും ഞങ്ങളോട് തിരിച്ച് ചോദിച്ചു, ഇത് എവിടെയാണ് സ്ഥലം, എന്താണ് കാര്യങ്ങൾ എന്ന് തിരിച്ച് ഒരു 5-6 പേരെങ്കിലും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞും കൊടുത്തു. അതിന് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം, അത്രയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ആ ജോലി കിട്ടാത്ത ആ ഒരു സമയത്തായിരുന്നു ചേച്ചീൻ്റെ വഴി ഞാനിവിടെ എത്തിയത്. അതിനുശേഷം ഞാൻ ഒരു 3 വർഷം മുമ്പേ കാനഡയിലേക്ക് പോകാൻ വേണ്ടി നോക്കി, ഈ ജോലി ഇല്ലാത്ത ഈ ഒരു സമയത്ത്. പക്ഷേ കാനഡ, UK, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തതാണ്. കാരണം ഫിനാൻഷ്യലി ഞാൻ പേഴ്സണലി, ഹസ്ബൻഡിൻ്റെ ഫീൽഡല്ല, ഞാൻ പേഴ്സണലി ഫിനാൻഷ്യലി അവിടേക്കൊന്നും എത്തിപ്പെടാൻ ഒരു ചാൻസും ഇല്ല. എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം മുന്നിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഫിനാൻഷ്യലി ഞാൻ അത്ര പോരായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഫിനാൻഷ്യലി ഓക്കെയാണ്. അപ്പോൾ ആ വഴി ഞാൻ അന്വേഷിച്ച് പോയി, നല്ലൊരു ഏജൻസി അന്വേഷിച്ച് പോയ സമയത്ത് എനിക്കിപ്പോഴും 100% ഞാൻ വിശ്വസിക്കുന്നു മാതാവാണ് ആ ഒരു ഏജൻസീനെ എൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത്. അതിപ്പോഴും ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ ആ ഒരു തിരഞ്ഞെടുക്കലിലാണ്
ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് വരെ എടുത്ത് ഞങ്ങൾ ഈ മാസം പോകാനിരിക്കുന്നത്. ഇപ്പം പലരും ചതിക്കപ്പെടുന്ന സമയമാണ്. UK-ലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ചതിക്കപ്പെടുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു നല്ലൊരു ഏജൻസീനെ കിട്ടി. അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി. കുറേ പ്രശ്നങ്ങൾ, കുറേ പ്രോബ്ലംസ് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും മാതാവിനെ ഈ ഒരു ഉടമ്പടിയുടെ ഈ ഒരു കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കും. മാതാവേ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണേ എന്നുള്ളൊരു ആ ഒരു പ്രാർത്ഥന, മനസ്സുരുകിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ ഒരു പ്രാർത്ഥനയിൽ ആ തടസ്സങ്ങളെല്ലാം നീക്കി. കുറേ പേർക്ക് വിസ റിജക്ഷൻ വരുന്ന സമയമാണ്. കുറേ പ്രശ്നങ്ങളാണ് UK, കാനഡ എല്ലാ സ്ഥലങ്ങളിലേക്കും. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത വഴിയല്ല എനിക്ക് അമ്മ തന്നിരിക്കുന്നത്. ഞാൻ കാനഡ തിരഞ്ഞു പോയി, പക്ഷെ അതിലും വലിയ UK ആണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് 100% ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പം എനിക്ക് മാതാവ് സാധിച്ചു തന്നിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനില്ല. അതിൽ കൂടുതൽ എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ സത്യത്തിൽ വന്നു കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയാണ്. അവരില്ലായിരുന്നെങ്കിൽ, അവരിവിടെ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തില്ല. എൻ്റെ ഈ ഒരു ആഗ്രഹമൊന്നും ഒരിക്കലും സാധിക്കില്ല. ഈ ഒരു വഴി തെളിഞ്ഞ് എനിക്ക് കിട്ടുകയില്ല. അപ്പോൾ അവർക്കും കൂടെ ഒരു ചാൻസ് ആയിട്ട്, അവർക്കും കൂടെ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. UK-ലേക്കാണ് പോകുന്നത്. എല്ലാ പേപ്പറുകളും എല്ലാം റെഡിയായി. ഇന്നലെ ഞങ്ങളുടെ വിസ വന്നു. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അതും വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് പോകുന്നേക്കാളും കൂടുതൽ മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അവരെല്ലാം ഇവിടെ വിട്ടു പോകാമെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഫാമിലി വിസയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ 2 പേരുടെ വിസ വന്നു, ഹസ്ബൻഡും മക്കളുടെയും വന്നില്ല. അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ വിസയും വന്നിട്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പറ്റില്ലേ, എന്താ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു ചെറിയൊരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് റിജക്റ്റ് ആവോ, എന്തെങ്കിലും പ്രശ്നം വരുമോ? കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങളുടെ വിസ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. കാരണം ടിക്കറ്റിൻ്റെ റേറ്റ് കൂടി വരികയാണ്. അപ്പോൾ എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. കാറും സ്ഥലം എല്ലാം പണയം വെച്ച് കാറ് വിറ്റു, ഗോൾഡ് വിറ്റു, എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ പോയി രക്ഷപ്പെടാൻ മാതാവ് അനുഗ്രഹിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി ഈ വിസേൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റിജക്ഷൻ വരുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. 20-ാം തീയതിക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വിസ കിട്ടണം. വിസ കിട്ടാതെ ഒരിക്കലും ടിക്കറ്റ് എടുക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ടിക്കറ്റിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമായതുകൊണ്ട് ടിക്കറ്റ് എടുത്തു പോയി. ഇങ്ങോട്ട് ഇന്നലെ വൈകിട്ട് വരുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾക്ക് കോള് വന്നത്. ഇവരുടെ വിസ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഡിസ്പാച്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിലും വലിയ സന്തോഷം വേറെ പറയാനൊന്നും ഇല്ല. കാരണം എല്ലാവരുടെയും വിസയും വന്നു. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, എല്ലാവരുടെ വിസയും വന്നു. എനിക്കിവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയാനും പറ്റി. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക്, മാതാവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മാതാവ് കൈവിടില്ല. പക്ഷെ അത് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമായിരിക്കണം. ഒരിക്കലും നമ്മളൊരു കടമ ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കുറേ നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു. അതിൽ 4 എണ്ണമാണ് എനിക്ക് ശരിയായത്. പക്ഷേ മറ്റ് 2 ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, അത് ശരിയാക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ ചേച്ചിയുടെ കാര്യം തന്നെ. അവരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കാനഡയിലേക്ക് പോകാൻ നിന്നിരുന്നതാണ്. IELTS കോച്ചിങ്ങിന് വരെ പോയി. പക്ഷേ കുറേ സാഹചര്യങ്ങൾ കൊണ്ട്, ഫാമിലി ഇഷ്യൂസ് കൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അവർ വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം എൻ്റെതായിരുന്നു. ആ ഒരു നിയോഗം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടത്. ഞാൻ വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം ചേച്ചിയുടേതായിരുന്നു. അവരും കൂടെ വരാൻ പറ്റണേ എന്നുള്ള ഒരു നിയോഗമായിരുന്നു ഞാനും വെച്ചിരുന്നത്. ഇപ്പോൾ 2 പേർക്കും കൂടിയാണ് പോകാൻ പറ്റിയിരിക്കുന്നത്. 2 പേരുടെ ഫാമിലിയും കൂടിയാണ് ഈ 20-ാം തീയതി UK-ലേക്ക് ഞങ്ങൾ പോകാനിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ സാധിച്ചു തന്നു. അതും വലിയൊരു സന്തോഷം. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ, ജോലീൻ്റെ കാര്യത്തിൽ ഹസ്ബൻഡും വരുന്നുണ്ട്. അവർക്കും അവിടെ ഡിപ്പെൻഡൻറ്റ് വിസയാണ്. അതുകൊണ്ട് അവർക്കും അവിടെ ഒരു ജോലി കിട്ടും. അപ്പോൾ എന്നും ഈ ഒരു ഉടമ്പടി പുതുക്കിയതിന് ശേഷം എന്നും ഞാൻ 5:30 തന്നെ എണീക്കാൻ ശ്രമിക്കും. മിക്കവാറും 5:30 തന്നെ എണീക്കാൻ ശ്രമിക്കും. എൻ്റെ വീട്ടിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ട് ഓൺലൈനായിട്ടൊന്നും കേൾക്കാനും ധ്യാനങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് മാത്രമേ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ കഴിയുള്ളൂ. എന്നാലും ധ്യാനങ്ങൾ മിക്കവാറും ഒറ്റ ധ്യാനം ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഈ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അത് ഞാൻ ലേറ്റായിട്ടാണെങ്കിലും കാണാറുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ടാണ് ഞാൻ നെറ്റിയിൽ വരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത്
എനിക്ക് 2 തവണ മാതാവായിട്ട് സത്യം ചെയ്ത് പറയാണ്, മാതാവായിട്ട് പറയാണ്, 2 തവണ എനിക്ക് ഈ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്മെല്ലിൻ്റെ രൂപത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് 2 തവണ. എന്ത് സ്മെല്ലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഒരു സുഗന്ധമാണ്, ഒരു പ്രത്യേക സുഗന്ധമാണ്. ഞാൻ കുറേ ചുറ്റിലും നോക്കി എന്താണ് സ്മെല്ല്. ഞാൻ ഒരു റൂമിൽ ഈ ഒരു മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഈ മെഴുകുതിരിയും വെച്ച് ആ ഒരു റൂമിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ആ റൂമിൽ. കുറേ തിരിഞ്ഞു നോക്കി, പക്ഷെ എനിക്കത് അപ്പം അറിയായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ആണതെന്ന്. കാരണം കുറേ പേര് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ധ്യാനത്തിൽ. അപ്പോൾ എനിക്കറിയാം മാതാവ് കൂടെ ഉള്ളതിൻ്റെ ഒരു സൂചനയാണതെന്ന്. 2 തവണ എനിക്ക് അനുഭവിച്ചുകൊണ്ട് മാതാവിൻ്റെ സൂചനയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇനി 4ാമത്തെ ലാസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചി, അവർ കുറേ ആയി ജോലിയൊക്കെ ഉണ്ട്, ടീച്ചറായിരുന്നു. പക്ഷേ കിട്ടിയതെല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് കിട്ടിയതെല്ലാം. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളത് കുറേ പരിശ്രമിച്ചു, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ല. അവസാനം എംപ്ലോയ്മെൻറ്റ് വിളിച്ചാലും മതി എന്നുള്ള രൂപത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി ഫസ്റ്റത്തെ ഉടമ്പടി വെച്ചതിൽ അവരുടെ കാര്യം കൂടെ ഞാനതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഉൾപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എംപ്ലോയ്മെൻറ്റിൽ കോള് വന്നത്. പക്ഷേ കോള് വന്നത് പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ആ പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റ് അവർ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റ് എത്രത്തോളം ജോലിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാൽ കൂടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം പോയി അവരവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉള്ള ഒരു സ്റ്റാഫ് അവരെ വേറെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു, നിങ്ങളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിയൂൺ പോസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് ഒരു അറ്റൻഡർ പോസ്റ്റ് ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾക്കത് തരാം. അങ്ങനെ ഒരിക്കലും ഒരു സ്ഥാപനവും, മെഡിക്കൽ കോളേജാണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നാണ് ഈ പറയുന്നത്, ഒരിക്കലും എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു പോസ്റ്റ് വേറൊരു പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കില്ല. അത് എങ്ങനെ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നു എനിക്കറിയില്ല. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്, നീ കൃപാസനത്തിൽ പോയപ്പോൾ എന്നെ പറ്റി എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു, അതെ, നിൻ്റെ ജോലിക്കാര്യം ഞാൻ അവിടെ നിയോഗം വെച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. അവർക്ക് അതിലേറെ സന്തോഷം വേറെ ഇല്ല. ഇവിടെ വരാൻ കുറേ വിചാരിച്ചു, പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടുന്നില്ല. എന്നാൽ കൂടെ എൻ്റെ നിയോഗത്തിൽ എൻ്റെ ചേച്ചി കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെയായിരിക്കും. മാതാവിനെ എൻ്റെ കാര്യം സാധിച്ചു, അതോട് ഞാൻ ഇവിടെ നിർത്താണെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കില്ല. ഇനി അങ്ങോട്ടും ഇതിൽ കൂടുതലേ ചെയ്യുള്ളൂ. കാരണം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല, കുറേ മാതാവിനെ, അമ്മേനെ വിശ്വസിച്ച് ഇവിടെ വന്നവരുണ്ട്. എത്രയോ ദൂരത്തുനിന്ന് വരെ മാതാവിനെ വിശ്വസിച്ച് ഇവിടെ വന്നവരുണ്ട്. ആ വന്നവർക്കെല്ലാം എല്ലാം സാധിക്കണം. അവർ കുറേ വിഷമത്തിലുള്ള പലരും ഉണ്ട്. എല്ലാവർക്കും എല്ലാം സാധിക്കണം എന്ന് മാത്രമേ മനസ്സിൽ പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന മാതാവിന് 1000 നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്കത് ഫീൽ ചെയ്യും ഉറപ്പായിട്ട്. നമ്മൾ മനസ്സുകൊണ്ടാണ് അമ്മേനെ സ്നേഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഒരിക്കലും നമ്മൾ അവിശ്വസിക്കില്ല, അമ്മേനെ അവിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഞാനൊരു ഹിന്ദു ആണ് ഇത് പറയുമ്പോൾ, അത് വിചാരിച്ച് എനിക്ക് ഹിന്ദു മതത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നല്ല, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവളാണ്. മുസ്ലിം മതത്തിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഈ ഒരു അമ്മയുടെ മുമ്പിൽ അമ്മ എല്ലാവർക്കും ഉള്ളതാണ്. അമ്മേൻ്റെ മുന്നിൽ ജാതി മതം അങ്ങനെയുള്ള ഒരു കാര്യം പോലും ഇല്ല. അതിന് തെളിവാണ് ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ വീണ് പോവും. അച്ഛൻ്റെ ഒരു സാക്ഷ്യം ഞാനിപ്പോൾ അടുത്ത് കേട്ടതേ ഉള്ളൂ. അതിൽ പറഞ്ഞിട്ടുണ്ട്, നീ വീഴാൻ പോകുന്ന സമയത്ത് എൻ്റെ ആത്മാവ് നിന്നിൽ വരും, നീ ജീവിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിച്ച് വന്നതാണ് ഞാൻ. വീണ് പോയ സ്ഥലത്ത് നിന്ന് എണീറ്റ് വന്നതാണ്. അമ്മ എണീപ്പിച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇനി വിചാരിക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പോൾ കേട്ട സാക്ഷ്യം ഈ സഹോദരി തന്നെ ഓൾറെഡി ഇതിനുള്ള കൺക്ലൂഷനും ഒക്കെ തന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു കൺക്ലൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഒരു
ഇതിനെ ക്ലോസ് ആയിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കഴിവിൻ്റെ പരമാവധി വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ള കാര്യം അച്ഛൻ എപ്പോഴും ആരാധനയിലെന്നല്ല എല്ലാ ദിവസവും അച്ഛൻ സംസാരിക്കുമ്പോഴും പറയാറുള്ളതാണ്. അതിൻ്റെ ഉറപ്പ് തരുന്ന മറ്റൊരു സാക്ഷ്യം കൂടിയാണ് അവസാനം ഈ മകൾ പറഞ്ഞു നിർത്തുന്നതും അച്ഛൻ പറയാറുള്ള ഈ ഉടമ്പടിയിൽ ഈ ജാതി മതത്തിനപ്പുറം നിങ്ങൾ വിശ്വസ്തയോടുകൂടി ദൈവസ്നേഹത്തെ പ്രതി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ആർക്കും വരാം, പ്രാർത്ഥിക്കാം, അമ്മ കൂടെ ഉണ്ടാകും എന്നുള്ള വലിയൊരു പാഠം. ഇത് പലപ്പോഴും ഉടമ്പടിയിൽ 2-3 വർഷം ജീവിക്കുന്നവർക്ക് പോലും ഈ ഒരു ബോധ്യം ലഭിക്കാറില്ല. പലപ്പോഴും അത് പരിശുദ്ധ അമ്മയുടെ ആ വലിയൊരു ബോധ്യം ഈ മകൾക്ക് ലഭിച്ചു. അതിനേക്കാളുപരി അമ്മ കൂടെയുണ്ടെന്ന അനുഭവങ്ങളിലൂടെ തന്നെ ഈ പ്രാർത്ഥനയുടെ സമയത്തുണ്ടായ സുഗന്ധത്തിൻ്റെ അഭിഷേകം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയല്ല, പല വ്യക്തികളായിട്ട് ഇവിടെ പലപ്പോഴായിട്ട് സാക്ഷ്യത്തിൽ പറയാറുള്ള. ഇപ്പം നമുക്കിങ്ങനെ അമ്മ കൂടെയുണ്ട്, ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലൊക്കെയും തടസ്സങ്ങളൊക്കെ വരുമ്പോഴും പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ളൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടലും പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ഇത് ചെയ്യുമ്പോഴൊന്നും ഒരുപാട് ഭാരപ്പെട്ടല്ല ചെയ്തിരുന്നുള്ള, ആദ്യം കൊടുത്തപ്പോഴുള്ളൊരിതല്ല, പിന്നീട് സന്തോഷത്തോടെ രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെടട്ടെ, പ്രാർത്ഥനയിലേക്ക് കടന്നവരൊക്കെ പ്രാർത്ഥനയിൽ കടന്നു വരട്ടെ എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അമ്മ മാതാവിനെക്കുറിച്ചും ഈശോനെക്കുറിച്ചും പറയാനും ഇറങ്ങിത്തിരിക്കുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ അടയാളങ്ങളിലൂടെ ദൈവം സംസാരിക്കും. അതും അവസാനം മകൾ തന്നെ പറയുന്നുണ്ട്, വിശ്വസിച്ച് ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂടെ വിശ്വസ്തനായ ദൈവം ചേർന്ന് നിൽക്കും. അങ്ങനെ ഏറ്റവും ദൈവകൃപ ലഭിച്ച ഈ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്കും, അപ്പോൾ ഇനി ഭാവിയിൽ ഓൺലൈനിലൂടെ കേൾക്കാനിരിക്കുന്നവർക്കും ഇത് വലിയൊരു തിരിച്ചറിവാകട്ടെ. ഇത് ഉടമ്പടി എടുത്തത് കൊണ്ട് കാര്യം നടന്നു എന്നുള്ള തിരിച്ചറിവല്ല, ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞതുകൊണ്ട് അമ്മ കൂടെ നിന്നു എന്നതിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ സാക്ഷ്യമെന്ന് പ്രത്യേകം